പെട്രോളിന്റെ വില 100 അല്ല 1000 ആയാലും ഇയാൾക്ക് മേടിക്കാം. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ. ഉയർന്ന ചിന്താഗതിയുള്ള ഈ മനുഷ്യൻ പറയുന്നത് സാധനക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാർ കൊണ്ട് സൈക്കിൾ പോകണം. അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. സർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ ലാംബോർഗിനി അവന്റഡോറിൽ പോകുന്ന ടൈം നിങ്ങൾക്ക് ഒരു നെഞ്ചുവേദന പെട്ടെന്ന് വന്നു, മുന്നോട്ട് കാർ ഓടിക്കാൻ കഴിയില്ല, 5 കിലോമീറ്റർ അപ്പുറം മാത്രമേ ഹോസ്പിറ്റലുള്ളൂ, 10 മിനിറ്റിന്റെ അകത്ത് ഹോസ്പിറ്റലും എത്തണം. അപ്പോൾ നിങ്ങൾ സഹായത്തിന് പുറത്ത് നോക്കുമ്പോൾ ബൈക്കുമില്ല, കാറുമില്ല, എല്ലാവരും സൈക്കിളിലാണ് പോകുന്നത്. പെട്ടെന്ന് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ വന്നു, പക്ഷെ കത്തുന്ന പെട്രോളിന്റെ വില ആലോചിക്കും. ഫ്രീ ആയിട്ട് അയാൾക്ക് സഹായിക്കാനും തോന്നിയില്ല. അത് കാരണം അവിടെ കിടന്ന് നിങ്ങളുടെ ഫ്യൂസും അടിച്ചു പോയി. ആ ഒരു നിമിഷം നിങ്ങൾ പറഞ്ഞ എല്ലാ മാസം കിട്ടുന്ന ആ 2.5 ലക്ഷം എന്തിനു കൊള്ളാം സർ? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ കഴിവില്ലാതെ വയസ്സും പാസയും കൂടിയിട്ട് ഒരു കാര്യമില്ലാന്ന് നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി. എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും മുതിർന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ച് ഇങ്ങനത്തെ ഒരു ടോക്ക് നടത്തിയതെന്ന്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധനക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാർ കൊണ്ട് സൈക്കിൾ പോകണം. താങ്കൾക്ക് ഇത് ബാധിക്കില്ലായിരിക്കും, പക്ഷേ ഇന്ത്യയിൽ 81,35,00,000 ജനങ്ങൾ റേഷൻ മേടിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് ബാധിക്കും. പെട്രോൾ അടിക്കാൻ അവർക്ക് കാർ ഉണ്ടാവില്ല, പക്ഷേ പെട്രോളിന്റെ വില കൂടുമ്പോൾ ബാക്കി ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വില കൂടും. ഓൾറെഡി നിങ്ങളുടെ മുക്കാൽ ജീവിതവും ഈ ഉയർന്ന ചിന്താഗതി കൊണ്ട് ജീവിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ജീവിതമെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം അവസാന നിമിഷം നിങ്ങൾ പറഞ്ഞ ആ കാശില്ലാത്തവരായിരിക്കും ഉപകാരപ്പെടുന്നത്.